ഈ പ്രോഗ്രാമിന് വന്ന സ്ഥിതിക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ട്രിക്ക് അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ജലാലിന് ഇമോഷണലി ഒരുപാട് കണക്ഷനൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് എഴുതാം. എന്നെ കാണിക്കണ്ട, അങ്ങനെ തന്നെ പിടിച്ചിട്ട് എഴുതാം. ഓക്കെ, ആലോചിച്ചിട്ട് ഒരു പേര് എഴുതിക്കോളൂ. ഓക്കെ, എഴുതിയോ? ആക്ച്വലി ഒരു പേരല്ല എഴുതിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ മുന്നിൽ നിന്നിട്ട് ഇപ്പുറത്തുനിന്നും ഒരാളെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറ്റിയിട്ട് അവരെ മുന്നിൽ നിന്നും ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതിനിടയിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് തോന്നുന്നുണ്ട്? ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആളുകൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഷോയിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഇപ്പം ഈ അടുത്ത് ചെറിയൊരു ഫംഗ്ഷനിൽ അങ്ങനെ ഒരു ചെറിയൊരു ദുരനുഭവം ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു സിദ്ധൻ ഇപ്പോൾ ഒരു നാരങ്ങ പ്രത്യക്ഷപ്പെടുത്താണ്, കൈ ഇങ്ങനെ കാണിക്കുന്നു, നാരങ്ങ പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ഇത് കാണുമ്പോൾ ഇത് അയാളുടെ സിദ്ധിയല്ല, ഇത് ട്രിക്കാണെന്ന് എനിക്കറിയാലോ, എൻ്റെ മേഖലയല്ലേ അത്. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കണ്ടേ, അത് സിദ്ധിയല്ല കേട്ടോ, അതിങ്ങനെയാണ്. അതാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഏത് മതത്തിലാണെങ്കിലും നമ്മളുടെ ട്രിക്ക്, അതായത് ഞങ്ങൾ ചെയ്യുന്ന ട്രിക്കുകളും കാര്യങ്ങളും ഉപയോഗിച്ച് ഇത് അത്ഭുത സിദ്ധിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിച്ചെടുക്കും. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇരുന്നിട്ട് പാട്ട് പാടാന്നൊക്കെ പറയണത് നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നമ്മുടെ സംഘാടകർ 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഇത്രയും നേരം സീരിയസ് ഒക്കെ ആയിട്ടാണ് ഇവരിവിടെ വലിയൊരു, എനിക്കറിയാവുന്ന വിഷയമാണെങ്കിൽ ചോദ്യമല്ല, ഇവരിവിടെ വലിയൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് വാങ്ങി വെച്ചിട്ടുള്ളത് 1 ലക്ഷം രൂപയുടെ ഗിഫ്റ്റാണ് അവര് നിങ്ങൾക്ക് തരാൻ പോണത്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അത് കിട്ടും. ഞാൻ ചോദിക്കുന്ന സംഭവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങളെ കൈവശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ച് തെളിവ് കാണിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം. ഇവർ വാങ്ങി വെച്ചിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് ജഗതി പോണാരി ട്രോളി ബാഗ് ഉരുട്ടി കൊണ്ടുപോവാം, കാണിക്കാൻ പറ്റും. ഷുവറാണോ? ആ, ഷുവർ. ഇത് യാതൊരു പ്രേക്ഷകരോടും കൂടെ പറയുന്നത്, ഇതൊരു പ്രീ പ്ലാൻഡ് സംഭവങ്ങളോ ഒന്നുമല്ല. ഫാസിൽ ഭായ്, പ്രായം കൊണ്ട് നിങ്ങൾ എൻ്റെ ചെറുതാണെന്ന് അറിയാം, പക്ഷെ ഇടയ്ക്ക് ഞാൻ ഫാസിൽ ഖാൻ വിളിക്കുന്നുണ്ട്. ഇഷ്ടം കൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടതും സുഹൃത്തായി മാറിയതും. കോഴിക്കോട് വെച്ചിട്ട് ഫഹദിൻ്റെ, നമ്മുടെ CH ഫഹദ്, മ്യൂസീഷ്യനും പാട്ടുകാരനായിട്ടുള്ള എൻ്റെ ചങ്കാണ്. നിങ്ങളും ചങ്കാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ്റെ കെയർ-ഓഫിലാണ് വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ടത്. അപ്പോൾ അതിൽ എൻ്റെ ചെറിയ സംശയം എന്ന് വെച്ചാൽ, ഹിപ്നോട്ടിസം എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, ചില സംഭവങ്ങൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. ഹിപ്നോസിസം ആണോ അല്ല? രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. അത് അങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. ഹിപ്നോട്ടിസത്തിൽ എന്താണ് നിങ്ങളെ എക്സ്പീരിയൻസ്? അല്ല, എക്സ്പീരിയൻസ് മീൻസ് എന്താ? അതായത് ഇപ്പോൾ പരിപാടി സ്റ്റേജിൽ പോകണം, മെന്റലിസ്റ്റ് ആയിട്ട് നിന്നിട്ട് കുറച്ച് സംഭവങ്ങൾ കാണിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണോ മെന്റലിസമായിട്ടോ? മെന്റലിസ്റ്റ്, ഇപ്പൊ പല മെന്റലിസ്റ്റുകളും ഹിപ്നോട്ടിസവും കൂടെ ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ. ഞാൻ പറഞ്ഞല്ലോ, മെന്റലിസം എന്ന് പറയുമ്പോൾ വളരെ എളുപ്പം സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടി പറയാം, മാജിക്കിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മാജിക് എന്ന് പറയുന്ന കല, അതിന്റെ ട്രിക്കുകളൊക്കെ എക്സ്പോസ്ഡ് ആയി, ആ കല ഇല്ലാതെ ആയി പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ഒരു പുതിയ രീതിയിലേക്ക് അവതരിപ്പിക്കുകയാണ്. കാരണം കുറെ ട്രിക്കുകൾ റിവീൽ ആയാലും ഈ കല എപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കും. ഇത് അത്ഭുതം തീർക്കുന്ന ഒരു കലയാണല്ലോ. അപ്പോൾ ഒരു പുതിയ ട്രിക്കുകൾ അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ ഉപയോഗിച്ച് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു. അതിനൊരു പുതിയ പേര് മെന്റലിസം എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ഇത് തുടക്കം ഇട്ടിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു 2014-15 ആ ഒരു സമയത്തായിരിക്കും. അതിന് മുൻപ് ആക്ച്വലി ഞാനിപ്പോൾ ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ മുതൽ ഞാൻ മാജിക് ചെയ്യുന്നുണ്ടെങ്കിലും മാജിക്കിന്റെ ഇടയിൽ നമ്മൾ പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ പണ്ട് ചെയ്തിരുന്ന എഫക്റ്റുകൾ തന്നെയാണ് മെന്റലിസം എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലൊരു കാര്യം വിചാരിക്കാൻ പറയും, അത് മുൻകൂട്ടി ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് വെക്കും. ഇന്നത് മെന്റലിസം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു. പക്ഷെ ഞാനിത് ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ മുതലേ ഞാനിത് അവതരിപ്പിക്കുന്നതാണത്. ഈ ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാലും 1 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു മെന്റലിസം, എനിക്ക് അത് ഒരു സത്യം പറഞ്ഞ ഒരു സ്കാം ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. കുറെ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഒരിക്കലും ഇത് ഒരു ദിവസം കൊണ്ട് ഇത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രിക്ക് പഠിക്കാം എന്നല്ലാതെ ഈ കല ശരിക്കും എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കണം. ഇപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് 500 രൂപ കൊടുത്തോ 1000 രൂപ കൊടുത്തോ പഠിച്ചാൽ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അങ്ങനെ പറ്റുന്ന കലയല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ടത് മാജിക് തന്നെയാണ്. മാജിക്കിന്റെ ഉപകരണങ്ങൾ വാങ്ങിയിട്ട് നമ്മളത് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരിക്കലും നമ്മൾക്ക് അത്ഭുതം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ മെന്റലിസം പെർഫോം ചെയ്താലും ഹിപ്നോട്ടിസം ചെയ്താലും എന്ത് ചെയ്താലും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല.
ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയാണത്, കാണുന്നവനെ അത്ഭുതമുള്ളൂ. ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. പിന്നെ ഇന്നത്തെ ആളുകളെല്ലാവരും തന്നെ ഈ മെന്റലിസം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് പരസ്യവാചകമായിട്ട് കൊടുക്കുന്നത് മറ്റൊരാളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് അറിയണോ, മനസ്സ് വായിക്കാൻ പഠിക്കണോ? ഇതൊന്നും നടക്കണ കാര്യമല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും നടക്കണ കാര്യമല്ലത്. ഇത് രണ്ടും വെറുതെ അവരൊരു വാചകമായിട്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങളെ പറ്റിക്കാൻ. അത് കേട്ടുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയി കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. ഭയങ്കര പോയിന്റ് നിങ്ങൾ പറഞ്ഞു കേട്ടോ. കാരണം മെന്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ബാക്കിയുള്ളവരുടെ മൊത്തത്തിൽ ഡാറ്റ ഹൃദയത്തിൽ പുറത്ത് പറയാൻ പറ്റുന്നതൊന്നല്ല. ഇത് പല പല മെത്തേഡുകളിലൂടെ ഒരു ഇൻപുട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ പല ചോദ്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന കലാപരമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്. അതാണ് അതിലൂടെ ഇതിനെ രസകരമാക്കി അവതരിപ്പിക്കാം. അത് നേരത്തെ പറഞ്ഞ തന്നെ, പൈസ കൊടുത്തിട്ട് കരയുന്ന സിനിമ കണ്ട് തിരിച്ചു വന്നാൽ വീണ്ടും ഡൗൺ ആവും. അപ്പോൾ നമ്മൾ ചിരിക്കാനും ചിന്തിക്കാനും കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരു സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ ആണ് മെന്റലിസം. അതിന്റെ ഡീറ്റെയിൽ പഴയ വേദികളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മാജിക്കിന്റെ പുതിയ വെർഷൻ. ഇപ്പോ ഞാൻ ഇന്നാളിപ്പോ ഒരു ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പോഴേ ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ വിശ്വസിക്കാൻ തയ്യാറാവില്ല. അപ്പോഴാണ് ഞാൻ വേറൊരു ഉദാഹരണം വെറുതെ പറഞ്ഞു കൊടുത്തത്. അത് പെൺകുട്ടികളുടെ മാത്രം ഒരു വേദിയായിരുന്നു ഞാൻ പറഞ്ഞത്. അതായത് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുകാരും എല്ലാവരും പറയുന്നുണ്ട്. ക്യാൻസർ വരും, ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ക്യാൻസർ സാധ്യതകൾ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും ധാരാളം വരുന്നുണ്ട്. എന്നിട്ട് ഇവരാരും ലിപ്സ്റ്റിക് ഇടാതിരിക്കുകയാണോ? ഇടുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. നമ്മളൊക്കെ അവയർനെസ് എന്തോരം കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഈ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കാര്യം നടക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ വയറ് കുറയ്ക്കണം, ഇപ്പൊ പല പരസ്യങ്ങളും കാണാം. അതായത് 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ വയറ് കുറയും, ഇന്നത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് കുറയും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഓടാൻ ആളുകൾക്ക് സമയമില്ല. എന്നാ ഓക്കെ, അതാണ് ശരിക്കും. എന്താ, നല്ല കഷ്ടപ്പെട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് ഫുഡ് കുറച്ചിട്ടൊക്കെ വേണം നമ്മൾ വയറ് കുറയ്ക്കാൻ. അതിന് സമയം എടുക്കും, കാലതാമസം എടുക്കും. പക്ഷെ അത്രയും ക്ഷമിക്കാൻ ഇവർക്ക് തയ്യാറല്ല. അപ്പൊ അതാണ് ഈ പെട്ടെന്ന് 500 രൂപ തരൂ, പെട്ടെന്ന് പഠിക്കാം എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഓടിപ്പോകണം. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ട്രെൻഡ് വല്ലാതെ. ഇപ്പൊ എന്റെ ഒരു ഷോ കഴിയുമ്പോഴേ, എല്ലാ ഷോ കഴിയുമ്പോഴും മിനിമം ഒരു 5-6 ആളുകളെങ്കിലും വരും ഇതേ രീതിയിൽ പോയി പഠിച്ച് പൈസ പോയതാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ലാസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഫ്രീ ഫോം മെന്റലിസം, ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, 20,000 രൂപ കൊടുത്ത് ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ ആ ബാച്ചിൽ 5 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ പൈസ പോയി. ഒരു എഫക്റ്റ് പോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് അവരവിടെ കാണിച്ചു തന്നു, പുള്ളി അത് കാണിച്ചു. പക്ഷെ പഠിപ്പിക്കുമ്പോഴും പുള്ളി ചെയ്തത് തെറ്റുന്നുണ്ട്. പഠിപ്പിക്കുന്ന ആള് ചെയ്യുന്നത് ഇവരുടെ അടുത്ത് അപ്ലൈ ആവുന്നില്ല. എന്നിട്ട് അതിനൊരു റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഞാനിത് പഠിപ്പിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഇത് തെറ്റുന്നത്. എന്നിട്ട് അവരെന്നാ പൈസ വാങ്ങിച്ച് പറഞ്ഞു വിട്ടു. ഇവർക്കൊന്നും ഇത് അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല ആ രീതിയിൽ. അപ്പൊ അത്തരത്തിൽ എന്തിനാ പോയി തലവെച്ച് കൊടുക്കുന്നത്? എന്തിനാണ്? ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എത്രയോ വീഡിയോകൾ നമ്മൾ ചെയ്താണ്. ഫ്രീ ഫോം മെന്റലിസം എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ ഹിപ്നോസിസ് പോലെ തന്നെ വളരെ കുറച്ച് സാധ്യത മാത്രമുള്ള ഒരു കാര്യമാണത്. അത് നമ്മൾ സ്റ്റേജിലൊക്കെ അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വലിയൊരു ഷോ, വലിയൊരു എമൗണ്ട് ഒക്കെ വാങ്ങിച്ചൊരു പരിപാടി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് പ്രോഗ്രാമിലൊക്കെ പോയിട്ട് അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇത്രയും വലിയ എമൗണ്ടുകളൊക്കെ ഒരു ദിവസത്തെ കോഴ്സിന് 20,000 രൂപയൊക്കെ ഓരോ ആളുകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവർക്ക് ആർക്കും ആ ബാച്ച് അവർ പറഞ്ഞു. അത് അവരെല്ലാവരും പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് ഒരാളുടെ അടുത്ത് പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. പ്രാക്ടിക്കലും തിയറിയും തമ്മിലുള്ള വ്യത്യാസം. അതെ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, ആദ്യം മാജിക് പഠിക്കണം. മാജിക് പഠിക്കുമ്പോൾ മനസ്സിലാവും ആ ഉപകരണങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത്ഭുതമില്ല, നമുക്ക് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമാണ്. മറ്റുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ശരിക്കും മെന്റലിസത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. കാരണം മാജിക് നമുക്ക് വെറുതെ ഒരു മ്യൂസിക് ഇട്ട് പെർഫോം ചെയ്ത് അത്ഭുതപ്പെടുത്താമെങ്കിൽ മെന്റലിസം നമ്മൾ ഫുൾ ടൈം സംസാരിക്കേണ്ടതായിട്ട് വരും. സംസാരിച്ച് അവരുടെ ശ്രദ്ധ തെറ്റിച്ച് ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളുകൾ മുന്നിൽ നിന്നിട്ട് ഇപ്പുറത്തുനിന്നും ഒരാളെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറ്റിയിട്ട് അവരെ മുന്നിൽ നിന്നും ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത് മിനിമം 3.5 മണിക്കൂർ ഷോ ഉണ്ടെന്ന് തോന്നണം. എത്ര? 2-2.5 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് നിന്നിട്ട് ഒരു മനുഷ്യൻ, നിങ്ങൾ സംസാരിക്കുകയും നോക്കുകയും ആളുകളെ തിരിച്ചറിയുകയും ആ പരിപാടി വിജയിപ്പിക്കുകയും വേണം. ഇതിനിടയിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് തോന്നുന്നുണ്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആളുകൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഷോയിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറയാറുണ്ട്, നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാനാണെങ്കിൽ കയറി വരണ്ട. കാരണം ഫ്ലോപ്പ് ആവും. എനിക്ക് അവകാശവാദങ്ങളൊന്നുമില്ല. ഞാൻ അത്ഭുത സിദ്ധി പെർഫോം ചെയ്യുന്നില്ല. ഇങ്ങനെ പറയുന്നതാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത്. അല്ല, ഞാൻ ഓഡിയൻസിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്, എനിക്ക് അത്ഭുത സിദ്ധി ഒന്നുമില്ല. നിങ്ങളെ ഈ 2-2.5 മണിക്കൂർ സമയത്തേക്ക് നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഞാൻ പെർഫോം ചെയ്യുന്ന ട്രിക്കുകൾ മറ്റൊരാൾ, ഇനി മെന്റലിസ്റ്റ് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാൾ ദൈവം ആയിക്കോട്ടെ, സിദ്ധനായിക്കോട്ടെ, ഇതേ എഫക്റ്റ് ഉപയോഗിച്ച് ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റിവീൽ ചെയ്യും. അത് ഞാൻ ചെയ്യുന്നതാണെന്നോ ഞാൻ ഷോയിൽ ഉൾപ്പെടുന്നതാണെന്നോ ഒന്നും ഞാൻ നോക്കില്ല.
ഞാൻ അങ്ങനെ ഒരുപാട് ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് ഈ പ്രൊഫഷണൽസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷെ അപ്പോൾ ഞാൻ സമൂഹത്തിന്റെ ഒപ്പം നിൽക്കുള്ളൂ. കാരണം അത് ചൂഷണം, ഒരു ട്രിക്ക് പോയാൽ പോട്ടെ. നമുക്ക് നിങ്ങൾ എപ്പോഴും സംസാരത്തിലും പ്രവൃത്തിയിലും യൂട്യൂബിൽ നോക്കിയാലും കാണാം. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളായിട്ടില്ല, നിങ്ങൾ ഫാസിൽ ബഷീറായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒന്ന് നേരായ വഴിയുണ്ട്, രണ്ട് സത്യത്തിനെ തുറന്നു പറയുക, തുറന്നു കാണിക്കുക എന്നുള്ളതുണ്ട്. എനിക്കിനിപ്പോൾ അവസരം കിട്ടിയില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും എന്നുള്ള ആത്മാർത്ഥതയുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിനോടുള്ള കൂറായിരിക്കാം. അപ്പം അതിൽ ഏതെങ്കിലും വേദിയിൽ ഇപ്പോൾ തുടക്കം മുതൽ ഇതുവരെ വലിയ വലിയ സ്റ്റേജുകളും ഒരുപാട് ആളുകൾ നിങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ളതാണ്. എവിടെയെങ്കിലും പരാജയപ്പെട്ടെന്നോ ആരെങ്കിലും പരാജയപ്പെടുത്തിയെന്നോ ആരെങ്കിലും സങ്കടപ്പെടുത്തിയതോ അങ്ങനെ എന്തെങ്കിലും അനുഭവമുണ്ടോ? അങ്ങനെ പറയത്തക്ക സംഭവങ്ങളൊന്നും ഇല്ല. എവിടെയും അങ്ങനെ തലവെച്ച് കൊടുത്തിട്ടില്ല? അങ്ങനത്തെ ഇല്ല. കാരണം ഞാൻ തുടക്കം മുതൽ മെന്റലിസത്തിൽ ഞാൻ തുടക്കം മുതലേ ഞാൻ പറയുന്നുള്ളൂ, ഇത് ട്രിക്സ് ആണെന്ന് പറഞ്ഞ് ഞാൻ പറയില്ല. ആദ്യം തന്നെ പറയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ട്രിക്സ് ആണ് എന്നുള്ളത്. പിന്നെ അതിന്റെ മുകളിൽ പിന്നെ ഇപ്പം ഈ അടുത്ത് ചെറിയൊരു ഫംഗ്ഷനിൽ അങ്ങനെ ഒരു ചെറിയൊരു ദുരനുഭവം ഉണ്ടായി. പക്ഷെ അത് പറയത്തക്ക സംഭവമൊന്നുമില്ല. അത് വലിയ പുലികളുടെ ഒരു സംഘടന ഉണ്ടല്ലോ, അത് പേര് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എറണാകുളത്തുള്ള ഒരു സംഘടനയുടെ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്, മിക്കവാറും നമുക്ക് ഈ പണി കിട്ടുന്നതൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്, അങ്ങനെയുള്ള പരിപാടിക്കാണ് നമ്മൾ പണി കിട്ടാറ്. ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പോയി ചെയ്യുന്ന പരിപാടികൾ. മറ്റേന്ന് വെച്ചാൽ പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ അതിനെല്ലാം പരിഗണന ഉണ്ടാവും. ഇതങ്ങനെയല്ല. നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പറയുമ്പോൾ നമ്മൾ ഷോ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കൗണ്ടറുകൾ വിളിച്ചു പറയുക, നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്റ്റേജിൽ കയറുകയും എന്നിട്ട് പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും, അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല, അത് നോക്കട്ടെ ഒക്കെ പിടിച്ചു വാങ്ങിച്ച അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മൊത്തത്തിൽ. അപ്പൊ ഓഡിയൻസിനും അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പുള്ളിയുടെ ആ ഒരു ഷോ കാണിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ദുരനുഭവങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ പരമാവധി പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള പരിപാടികളിൽ പോയാൽ ഞാൻ വരാം, എന്തെങ്കിലും സംസാരിക്കുക, അതല്ലാതെ പെർഫോം ചെയ്യും. കാരണം നമ്മൾ പ്ലേസ്മെന്റ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിലേ നമ്മൾ ഈ ഒരു കല എവിടെ കൊണ്ടുപോയാൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയെങ്കിലും കൊണ്ടുപോയി അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഷോകളിൽ മാത്രമാണ് നമ്മളിത് ചെയ്യാറുള്ളൂ. ഫാമിലി വൈഫ്, 2 മക്കള്, വാപ്പ ഉമ്മ. കണ്ടില്ലല്ലോ സോഷ്യൽ മീഡിയ. അല്ല, തുടക്ക കാലഘട്ടങ്ങളിൽ എനിക്ക് കുറച്ച് ത്രെട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഈ ആളുകൾ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യും, മക്കൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അവരധികം സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ, അവരുടെ മുഖമോ കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിരുന്നില്ല. പക്ഷെ ഇന്ന് പിന്നെ അവർ തന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ അവർ ചാനലൊക്കെ തുടങ്ങി വരുന്നുണ്ട്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. കാരണം ഇന്നിപ്പോ ഞാൻ പറയുന്നതിനേക്കാളും ഭീകരമായിട്ട് ഞാൻ മതങ്ങളിലോട്ടൊന്നും കയറി ടച്ച് ചെയ്യില്ലായിരുന്നു. ഞാൻ മതങ്ങളുടെ അകത്തുള്ള ഈ അത്ഭുത സിദ്ധി ചൂഷണങ്ങളെ എതിരെയാണ് ഞാൻ സംസാരിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോ പറയുന്നത് വളരെ എന്താ പറയാ, ഏതൊക്കെ രീതിയിൽ ആളുകൾ പറയുന്നത്, ഞാനൊന്നും അത്രയൊന്നും പറയില്ല. പബ്ലിക്കായിട്ട് എനിക്ക് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്. ആളുകൾക്ക് കൊടുക്കേണ്ട കണ്ടന്റ് മാത്രമേ ആരെയും കുറ്റപ്പെടുത്തില്ല. എന്റെ മേഖലയിൽ നിന്നിട്ട് 100%. ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു സിദ്ധൻ ഇപ്പൊ ഒരു നാരങ്ങ പ്രത്യക്ഷപ്പെടുത്താണ്, കൈ ഇങ്ങനെ കാണിക്കുന്നു, നാരങ്ങ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഇത് കാണുമ്പോ ഇത് അയാളുടെ സിദ്ധിയല്ല, ഇത് ട്രിക്കാണെന്ന് എനിക്കറിയാലോ, എന്റെ മേഖലയല്ലേ അത്. അപ്പൊ ഞാനത് പറഞ്ഞു കൊടുക്കണ്ടേ, അത് സിദ്ധിയല്ല കേട്ടോ, അതിങ്ങനെയാണ്, അതാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അതിപ്പോ ഏത് മതത്തിലാണെങ്കിലും നമ്മളുടെ ട്രിക്ക്, അതായത് ഞങ്ങൾ ചെയ്യുന്ന ട്രിക്കുകളും കാര്യങ്ങളും ഉപയോഗിച്ച് ഇത് അത്ഭുത സിദ്ധിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിച്ചെടുക്കും. അതല്ലാതെ മറ്റുള്ള മേഖലയിലോട്ടൊന്നും നമ്മൾ കൈവെക്കുന്നില്ല. കാരണം നമ്മൾ അതിനാളല്ല, നമ്മുടെ മേഖലയിൽ നിന്നിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഏത് മേഖലയിൽ പരിപാടി ചെയ്യാനാണ്? മെന്റലിസം തന്നെയാണ്. ഇപ്പോ സത്യത്തിൽ നമ്മുടെ ഒരു വരുമാനം എന്ന് വെച്ചാൽ മെന്റലിസം ഷോ തന്നെയായി മാറി. കൂടുതൽ ചെയ്യുന്ന ഈ സംഘടനകള്, ക്ലബ്ബ്, മലയാളി അസോസിയേഷൻ തന്നെയാണ്. കൂടുതലും വിദേശത്താണ്. സത്യത്തിൽ കേരളത്തിൽ ഷോസ് വളരെ കുറവാണ്. കേരളത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് ഷോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്രൈവറ്റ് ഷോസ് ഉണ്ടാവും, പബ്ലിക് ഷോസ് വളരെ കുറവാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എപ്പോഴും വിദേശത്താണ്. അതായത് എല്ലാ മാസവും നമുക്ക് UAE ഉണ്ട്. UAE ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേദി തന്നിരിക്കുന്നത്. ദുബായിൽ മാത്രം ഒരു 35ഓളം പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്, തിയേറ്റർ ഷോകൾ ചെയ്തിട്ടുണ്ട് ദുബായിൽ മാത്രം കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ. ദുബായിൽ ഇത്രയും കാലം വന്ന പരിപാടിയിൽ നിന്ന് നമ്മുടെ GV ട്രാവൽസിന്റെ ഈ ഒരു ഹാങ് ഔട്ട് ക്യാമ്പിങ് ഫസ്റ്റ് ടൈം ആണ്. ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. ആദ്യമായിട്ടല്ല? അതെ. ഇങ്ങനെ ഒരു എന്താ പറയാ, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ മുമ്പിൽ 150 പേരുടെ മുന്നിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് നമ്മളൊരു സെലിബ്രേറ്റ് ആയിട്ട് തോന്നൂല. കാരണം അവരുടെ കൂടെയുള്ള ഒരാളാണ്. നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ആരെയും കണ്ണു കാണൂല. പക്ഷെ ഇവരെ നമ്മൾ എല്ലാവരും കാണാം. നല്ലൊരു തീമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് വയനാട്ടേക്കും അവിടത്തേക്കും ഇവിടത്തേക്കൊക്കെ ഇതേപോലെ ക്യാമ്പിന് പോണത്, ഗൾഫിൽ ഇങ്ങനെ ഒരു തുടക്കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്. അതെ. ഇതെന്തായാലും നല്ലൊരു തുടക്കമാവട്ടെ. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഇനി നമുക്ക് കുറെ ആളുകൾക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ കുറെ ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, കുറെ ഉത്തരങ്ങൾ കിട്ടട്ടെ, എന്താ പറയുക, സംശയങ്ങൾ തീരട്ടെ. ഈ പ്രോഗ്രാമിന് വന്ന സ്ഥിതിക്ക് എന്തായാലും
എന്തെങ്കിലും ഒരു ട്രിക്ക് അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 1-2 സിമ്പിൾ ആയിട്ടുള്ള എഫക്റ്റുകൾ ഞാൻ ചെയ്ത് കാണിച്ചു തന്നിരുന്നു. ലൈവായിട്ട് പ്രോഗ്രാമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ തയ്യാറെടുപ്പുകൾ ഉണ്ടാവാം. പക്ഷെ ഒരു തയ്യാറെടുപ്പ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് 2 ട്രിക്കുകൾ കാണിച്ചിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. റിയലാണ്, അല്ലാത്തതായിട്ട് കൂടുതൽ സത്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ കേരളത്തിൽ നമ്മുടെ ഷോ വരുന്നത് ഡിസംബർ 27-ാം തീയതി എറണാകുളത്ത് നടക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ എല്ലാവരും പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, കാരണം ഞാൻ വരുമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മള് കുറച്ച് നേരത്തെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചു നീ എന്താ ഡൗൺ. പിന്നെ കുറച്ച് ചെറിയൊരു ട്രിക്ക് കാണിച്ച് മെന്റലി ഞാൻ പോലും അറിയാണ്ട് ഇന്നെ ഒരു എനർജറ്റിക് ആക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സക്സസ് ആണ്. എന്തായാലും വരും നമുക്ക്. തീർച്ചയായിട്ടും ഈ അടുത്ത് നമ്മൾ എപ്പോഴും നമ്മളെ എല്ലാവർക്കും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് സുഖവും സന്തോഷവുമാണ്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കുക? സുഖമല്ലേ? ആദ്യം അങ്ങനെയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോപ്പമിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഈ സുഖവും സന്തോഷമൊക്കെ അറിയാനൊക്കെ പറ്റുന്നത്. അപ്പൊ അത് നമുക്ക് ഇത്തരത്തിലുള്ള പല വേദികളിൽ നിന്നും അതൊക്കെ എന്താ പറയാ കൂടുതലായിട്ട് ഇപ്പൊ ഈ അടുത്ത പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ട്രിക്സ് മാനിയ കാണുമ്പോഴാണ് കൂടുതൽ. അപ്പൊ തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ ഇത് കയ്യിൽ വെച്ചോളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. ഇത് കയ്യിൽ വെക്കാം. ജലാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെ കാണിക്കണ്ട, ഇങ്ങനെ പിടിച്ചു. അതായത് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ജലാലിന് ഇമോഷണലി ഒരുപാട് കണക്ഷനൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് എഴുതാം. എന്നെ കാണിക്കണ്ട, അങ്ങനെ തന്നെ പിടിച്ചിട്ട് എഴുതാം. ഓക്കെ, ആലോചിച്ചിട്ട് ഒരു പേര് എഴുതിക്കോളൂ. ഓക്കെ, എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, അതിങ്ങനെ ചേർത്ത് വെച്ചോളൂ, നെഞ്ചോട് ചേർത്ത് വെച്ചോളൂ. പെണ്ണ് മാറ്റിക്കോളൂ. അപ്പൊ ഒരു പേര് മനസ്സിലുണ്ടല്ലോ അല്ലേ? അന്ന് എഴുതിയതൊന്ന് റിപ്പീറ്റ് ഇങ്ങനെ പറയാമോ? വെറുതെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഇങ്ങനെ വളരെ ലെങ്ത് ആയിട്ടുള്ളൊരു പേരല്ലേ അല്ലേ? റിലേറ്റീവ് ആണല്ലേ? ആക്ച്വലി ഒരു പേരല്ല എഴുതിയിരിക്കുന്നത്. പേരല്ല എഴുതിയിരിക്കുന്നത്. കുഞ്ഞിയളാപ്പാന്നാണോ എഴുതിയത്? അങ്ങനെയാണോ? എന്തെഴുതിയത്? ഒന്ന് കാണിച്ചു കൊടുക്കാം, ക്യാമറയിൽ കാണിച്ചു കൊടുക്കാം. ഫാസിൽ ഭായ്, അത് ഇപ്പൊ നമ്മളുടെ അടുത്ത് നമ്മളെ ഹൃദയത്തിൽ തോന്നുന്ന ഒരാളെ പേര് ഉദ്ദേശിക്കാൻ പറയുമ്പോൾ, അത് മരണപ്പെട്ട ആളാന്ന് പറയുമ്പോൾ കുറേ ആളുകൾ വരും. അതിൽ നമ്മളൊരാളെ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുത്ത ആളെ നമ്മൾ നിങ്ങളോട് പറയാതെ ഈ പേപ്പറിനകത്ത് എഴുതണം. എന്നിട്ട് അത് മറച്ചു പിടിക്കണം. അത് നിങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ മനസ്സ് വായിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അതൊരിക്കലും ഡേഞ്ചർ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പോസിറ്റീവാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ചോദ്യം, എൻ്റെ അത്ഭുതം, എന്നെ മൊത്തത്തിൽ എന്താ പറയുക ത്രില്ലടിപ്പിച്ചത് അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ ട്രിക്ക് പറയണ്ടേ? ട്രിക്ക് പറയണം. പക്ഷേ ട്രിക്ക് പറയണമെന്നാ പറയണം. അപ്പൊ പറയട്ടെ. അപ്പം പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് പറയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനം. പറയില്ല എന്നുള്ള പിടിവാശിയൊന്നുമില്ല. ചിലപ്പോ ഇപ്പൊ മാജിക്കിന്റെ ട്രിക്കുകൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല എക്സ്പോസ്ഡ് ആയി. ഇപ്പൊ കൂടിപ്പോയാൽ ഇപ്പോ മെന്റലിസം ഇനിയിപ്പോ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടാം. അപ്പൊ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് അറിയും. ചിലപ്പോ ഇത് അധികം നാളൊന്നും അങ്ങനെ പോവില്ല. ഈ സമയം എന്നിൽ ഉണ്ടാക്കിയെടുത്ത് ഇത് കാണുന്നവർക്ക് ഒരു കൗതുകമാക്കി അവിശ്വസനീയമായ ഒരു കാര്യം ചെയ്തത്, അതിൽ ഞാൻ ഹാപ്പിയാണ്. അതിൽ നിങ്ങൾ കഴിവുള്ള ആളാണ് ഏത് രീതിയിലായാലും. എന്നാലും മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ ഒരു ആവേശവും ഉത്സാഹമൊക്കെ ആക്കിയിട്ട് വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും നേരം കുറച്ച് സംസാരിച്ചത് വ്യക്തിപരമായിട്ട് അറിയുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇരുന്നിട്ട് പാട്ട് പാടാന്നൊക്കെ പറയണത് നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അത് എന്തെങ്കിലും അത്ഭുത സിദ്ധിയാണോ? ഞാൻ പൊളിച്ചിറങ്ങേണ്ട വരും. അല്ല, പാട്ട് സത്യത്തിൽ ഞാൻ LKG പഠിക്കുന്ന മുതൽ ഹയർ സെക്കൻഡറി വരെ ഞാൻ ഈ പാട്ടിന് സ്കൂളുകളിൽ ആനിവേഴ്സറി അല്ലെങ്കിൽ അങ്ങനെ പരിപാടിക്ക് ഞാൻ പാടുമായിരുന്നു. എല്ലാത്തിലും പ്രൈസ് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. പഠിച്ചിട്ടൊന്നുമില്ല പാട്ട്.
പക്ഷെ പിന്നെ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു മ്യൂസിക് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഫഹദിനെ പരിചയപ്പെടുത്തി ഫഹദാണെന്ന് പറഞ്ഞില്ല. ആദ്യം ഞാനിപ്പോ അതൊക്കെ ഒരു ഇതിൽ എന്റെ ട്രൂപ്പിൽ പാടിക്കൊണ്ടിരുന്നതാണ് ഫഹദ്. അപ്പൊ സിംഗറാണ് കേട്ടോ. ചെറിയ രീതിയിൽ അങ്ങനെ പ്രൊഫഷനാക്കി എടുക്കാതിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2007 മറ്റേ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി വന്നല്ല കേരളത്തിൽ. അന്ന് അതിന് ഭയങ്കര ഓഡിയൻസ് ആയിരുന്നു. അന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ പറഞ്ഞ കൃത്യമായിട്ട് പാട്ടിനെ പറ്റി ഒരു ധാരണ കിട്ടി. അതോടുകൂടി ഞാൻ അതോടുകൂടിയാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അപ്പൊ മുമ്പ് പാടിയിരുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഒരു ആഗ്രഹം തോന്നുമ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതെനിക്ക് പാടാൻ പറ്റുന്ന പാട്ടാണല്ലോ എന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് നമ്മുടെ ഒരു ആഗ്രഹം അങ്ങനെ പാടി നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് പാടിയിരുന്നതാണ് ശരി, ഗാനമേള ട്രൂപ്പിൽ ഓർക്കസ്ട്ര ഗാനമേളക്കൊക്കെ പോയിരുന്നതാണ്. പക്ഷെ അന്ന് ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാതിരുന്നുകൊണ്ട് കുഴപ്പമില്ലാതെ കയറി പോയി. പക്ഷെ ഇപ്പൊ നല്ല ധാരണയാണ് നിങ്ങളെ കുറിച്ച്. കാരണം 2 മില്യൺ എങ്ങാനാണ് ഒരു പാട്ട്, അടുത്ത പാട്ട് അതിനോട് ചേർന്നിട്ട് വേറെ ഒരെണ്ണുണ്ട്. നമ്മളെയൊക്കെ പേടി എന്താ വെച്ചാൽ ഇനിയിപ്പം നമ്മൾ ചിന്തിക്കും, ഫാസിൽ ഭായിനെ ഗൾഫിലേക്ക് ഷോക്ക് കൊണ്ടുവന്ന മെന്റലിസ്റ്റ് പ്രോഗ്രാം മാത്രമല്ല നടക്കാൻ പോണത്, 2 പാട്ടും നമുക്ക് പാടിക്കാം. കാരണം ഒരൊറ്റ ട്രിപ്പിൽ 2 ആളെ കിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത് ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് ഒരു ടീച്ചർ വിളിച്ചിരുന്നു. അപ്പൊ ടീച്ചർ ഞാനായിട്ട് ഇങ്ങനെ സംസാരിച്ചു, മെന്റലിസം ഇങ്ങനെ ഷോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഇന്ന് പറയുന്നത്, അപ്പൊ എത്ര പാട്ട് പാടും എന്ന് ചോദിക്കുന്നു. പാട്ടോ? അല്ല, ഇത് മെന്റലിസം ഷോ അല്ലേ? അല്ല, നിങ്ങൾ മെന്റലിസം ഷോയിൽ പാട്ട് പാടാറുണ്ടല്ലോ, ഞങ്ങൾ വീഡിയോ ഒക്കെ ഇങ്ങനെ കുറെ നോക്കിയപ്പോൾ അതിൽ പാടുന്നല്ലോ, അപ്പൊ എത്ര പാട്ട് പാടും? ഓർക്കസ്ട്ര നിങ്ങൾ കൊണ്ടുവരും? ഞാൻ പറഞ്ഞു, ടീച്ചറെ ഇത് മെന്റലിസം ഷോയാണ്, അല്ലാതെ പാട്ടൊന്നുമില്ല ഇതിനകത്ത്. അങ്ങനെ പറയില്ലേ, 2 പാട്ടോട് പാടാറ്, അങ്ങനെ ആ രീതിയിലൊക്കെ ഇല്ല. ഇല്ലില്ല, ഞാൻ പറഞ്ഞു അല്ല, ആ ഷോ നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നുള്ളൂ നെക്സ്റ്റ് മന്ത്. ഇനിയിപ്പോ നമ്മുടെ സംഘാടകര് 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും നേരം സീരിയസ് ഒക്കെ ആയിട്ടാണ്. ഇവരിവിടെ വലിയൊരു എനിക്കറിയാവുന്ന വിഷയമാണെങ്കിലും ചോദ്യമല്ല, ഇവരിവിടെ വലിയൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗിഫ്റ്റ് വരുന്ന നമ്മുടെ ഗാലറീഷന്റെ പ്രോഗ്രാമിന്, ക്യാമ്പിന് വരുന്ന, ഹാങ് ഔട്ടിന് വരുന്ന 4-5 കലാകാരന്മാരുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നത് ആരാണോ ആ ഉത്തരം പറയുന്നവർക്ക് കൊടുക്കാന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ നിങ്ങളാണ്. ഇവർ വാങ്ങി വെച്ചിട്ടുള്ളത് എത്ര രൂപയുടെ ഗിഫ്റ്റ് ആയിട്ട് വരും? ഒരു ബോക്സ് മൊത്തം 5000. ഇവിടുത്തെ 1,00,000 രൂപയുടെ ഗിഫ്റ്റാണ് അവർ നിങ്ങൾക്ക് തരാൻ പോണത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇതൊരു അസറ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അതേപോലെ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ളതാണ്. ഇത് മാജിക്കോ മായമോ മന്ത്രമോ ഒന്നുമല്ല കേട്ടോ, ഇതൊരു പ്ലാനഡ് അല്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അത് കിട്ടും. ഞാൻ ചോദിക്കുന്ന സംഭവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങളെ കൈവശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ച് തെളിവ് കാണിക്കാൻ പറ്റുമെങ്കിൽ, അതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം. സ്റ്റേജിലൊക്കെ ചെയ്യാറുണ്ട്, എന്നാലും ഇവരുടെ ഒരു ഐഡിയക്ക് വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഫോട്ടോ, മക്കളുടെ ഫോട്ടോ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ മൊബൈൽ DP-യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ 5000 ദിർഹമായിട്ട് തരൂല, ഇവർ വാങ്ങി വെച്ചിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് ജഗതി പോണവര് ട്രോളി ബാഗ് ഉരുട്ടി കൊണ്ടുപോവാം. കാണിക്കാൻ പറ്റുമോ? ഫോട്ടോ കാണിക്കാം. ഷുവറാണോ? ഷുവർ. ഇത് യാതൊരു പ്രേക്ഷകരോടും കൂടെ പറയുന്നത്, ഇതൊരു പ്രീ പ്ലാൻഡ് സംഭവങ്ങളോ ഒന്നുമല്ല. എൻ്റെ DP എപ്പോഴും എൻ്റെ മക്കളുടെ തന്നെയാണ്. അത് ഒരുപാട് നാളായിട്ട് അങ്ങനെ തന്നെയാണ്. എന്താ മോനെ, അടുത്തേക്ക് പോട്ടെ. 1,00,000 രൂപയുടെ സമ്മാനം കിട്ടിയില്ലേ? എത്ര? 10,75,000 രൂപ. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് സത്യത്തിൽ എന്റെ ഇളയ മോനാണ്. അവനാണ് ഇത് DP ആയിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇതിനകത്ത് ഞങ്ങള് ദൂരെയൊക്കെ പോകുമ്പോ ഞങ്ങൾ ഇടക്കിടക്ക് കാണണം. നോക്കിയപ്പോ DP കണ്ടു. എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും ഒരുപാട് ഗിഫ്റ്റ് ആയിട്ട് ഇവിടുന്ന് ഫാസിൽ ബഷീർ എന്ന് പറയുന്ന മെന്റലിസ്റ്റ് ഇവിടെ യാത്രയാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കാം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ദുബായിൽ വന്നിട്ട്, ദുബായ് ഷോയ്ക്ക് വന്നിട്ട്. ഇനി വേറെ ചോദ്യം, ദുബായ് ഗാലറിയിൽ പങ്കെടുത്ത് ഇനി വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ പരാജയപ്പെട്ടാൽ ഇത് തിരിച്ചെടുക്കും. അപ്പൊ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ നിർത്തണ്ടേ? അല്ല, വേറെ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. സമ്മാനം അടിച്ചില്ലേ? അതിൽ തോറ്റാലല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതിലും ഇതിലിപ്പോ ലാസ്റ്റാണ് എനിക്കൊന്ന് ഉഷാറായത്. സമ്മാനം കിട്ടിയോ? അതെ. അപ്പൊ എന്തായാലും വരാൻ സാധിച്ചാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഭാഗമാകാൻ സാധിച്ചതിലും ഒക്കെ ഉള്ള സന്തോഷം അറിയിക്കുന്നു. പിന്നെ ജലാലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പൊക്കി പറയണ്ടേ? നീ തുടക്കം പൊക്കി പറഞ്ഞു. നമ്മൾ കാര്യങ്ങൾ മാത്രം. ജലാല്, ഞാൻ എന്റെ ചെറിയ പ്രായം മുതൽ ജലാലിന്റെ വീഡിയോ
ഇതാണ് ബോക്സിൽ, അതായത് നമ്മൾ ഈ അന്നൊക്കെ ഈ ലോക്കൽ ചാനൽ ഉണ്ടല്ലോ നെറ്റ്വർക്ക്, അതിലിങ്ങനെ എപ്പോഴും ചിലാലിന്റെ പാട്ട് വരുമായിരുന്നു. ഞാൻ എനിക്കിവിടെ 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയം മുതലേ നിങ്ങളെയാണ് ഞാൻ ഫാസിൽക്കാന്ന് വിളിച്ചത്. തമാശ പറഞ്ഞാണ്, പക്ഷെ അങ്ങനെയല്ല. സത്യമാണത്. അല്ല ഞാൻ ഇതായിട്ട് പറഞ്ഞു. അല്ല, സത്യത്തിൽ ഞാനൊക്കെ ഈ ഒരു കലാരംഗത്ത് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ആളുകൾ, ഒരു ഇപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ ഒരു 20 പേര് നിൽക്കുന്നതിന് 2 പേരെങ്കിലും തിരിച്ചറിയും മലയാളികളാണെങ്കിൽ, ആ രീതിയിലേക്ക് ആയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് കാലഘട്ടം മുമ്പ് തന്നെ വളരെയധികം എന്താ പറയാ, കേരളത്തെ പിടിച്ച് കുലുക്കിയ ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്താണ്. അതുപോലെ എനിക്കൊരു ഡ്രീം ടീം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇവന്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകളിൽ ഭാഗമായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ടുള്ള പരിചയമാണ്. പക്ഷെ ഇപ്പം ഈ അടുത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ കുറച്ച് ഗ്യാപ്പായി. കുറച്ച് നാളായിട്ട് ഞാൻ പിന്നെ മെന്റലിസം ഇങ്ങനെയൊക്കെ ആയിട്ട് പോയതുകൊണ്ടായിരിക്കാം ഞാൻ കുറച്ച് മാറിയത്. അതെ. അപ്പൊ എന്തായാലും വീണ്ടും ഇവിടെ വെച്ചിട്ടാണ്, ഇപ്പൊ ദുബായിൽ വെച്ച് ഇന്നലെ എയർപോർട്ടിൽ വന്നപ്പോൾ എനിക്ക് സ്വീകരണം നൽകിക്കൊണ്ടാണ് വീണ്ടും മാനസികമായിട്ട് എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും ഇങ്ങനെ ഈ ആൽബം മേഖലയാണെങ്കിലും അല്ലെങ്കിൽ പാട്ട് മേഖലയിലൊക്കെ ആണെങ്കിലും തിരിച്ചു വരിക. എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും അറിയിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടെ നന്ദി, നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിലും ഇവിടെ ഇത്രയും സമയം നമ്മൾ ചെലവഴിക്കാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു.